ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ എങ്ങനെയാണ് നൈറ്റ് ടൈമിൽ ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാത്രമൊക്കെ എടുത്ത് വെക്കുകയാണ് ആദ്യം തന്നെ. അതിന് ശേഷം ഞാൻ ടേബിൾ ഒന്ന് എൻ്റെ DIY സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു ക്ലീനിങ് റൂട്ടീനാണ്. ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഒരു 20 മിനിറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഡെയിലി ഞാൻ ഇതുപോലെ രാവിലെയും രാത്രിയൊക്കെ നന്നായിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്പ്രേ ചെയ്തിട്ട് ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഞാൻ എല്ലാ പാത്രങ്ങളും എടുത്ത് ആദ്യം തന്നെ സിങ്കിലിടും. അതിന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. സാധാരണ അങ്ങനെ ബാക്കി വരാറില്ല, പക്ഷേ ഇന്ന് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് ചപ്പാത്തിയും അതുപോലെ പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ ആ കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനിന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിച്ച കുറച്ച് പച്ചക്കറികളാണ്. അപ്പോൾ വന്ന വശം തന്നെ ഞാനിത് കുറച്ച് വെള്ളത്തിൽ ഇത്തിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ പച്ചക്കറി ഫുള്ളായിട്ട് അതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കിനി ഇത് ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രഷ്നെസ് വിടാതെയും കുറേ നാൾ നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പാത്രം കഴുകി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കൗണ്ടർ ടോപ്പ് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യും കേട്ടോ. അതായത് എന്തെങ്കിലും പച്ചക്കറികളുടെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ആദ്യം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടാണ് പാത്രം കഴുകി തുടങ്ങാം. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചധികം പാത്രങ്ങളുണ്ട് നമുക്ക് കഴുകാനായിട്ട്. ഈ കഴുകുന്ന പാത്രങ്ങളൊന്നും ഞാനങ്ങനെ വെള്ളം വാലാനായിട്ട് അധികം നേരം വെക്കാറൊന്നുമില്ല. കാരണം ഞാനിവിടെ പുറത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് മിക്ക പാത്രങ്ങളും ഞാൻ വെക്കാറ്. പിന്നെ ചില പാത്രങ്ങളൊക്കെ കബോർഡിനകത്ത് വെക്കും. അപ്പോൾ കബോർഡിനകത്ത് വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒരു തുണി എടുത്ത് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് വെക്കാറ്. എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഞാൻ സാധാരണ കബോർഡിനകത്താണ് വെക്കാറ് കേട്ടോ. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന അത്യാവശ്യമുള്ള പാത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റാൻഡിൽ കാണുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കബോർഡിനകത്തുള്ള പാത്രങ്ങളൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കാണുന്ന പാത്രമൊക്കെ എടുത്ത് ഉപയോഗിക്കും. പിന്നെ സിങ്ക് നിറയും. നമുക്ക് പാത്രം കഴുകുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കബോർഡിനകത്ത് പാത്രങ്ങൾ വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് തുടച്ചിട്ടാണ് വെക്കാമെന്ന്. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഈർപ്പം അങ്ങനെ തന്നെ പാത്രത്തിലിരിക്കും. കാരണം ഈ കബോർഡിനകത്ത് എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ തുറക്കുന്നതൊക്കെ സമയത്ത് ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ തുടച്ചിട്ട് വെക്കുന്നത്. ഇനി സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു DIY സ്പ്രേ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഡിഷ് വാഷ് ജെല്ലും പിന്നെ 1 ടീസ്പൂൺ സോഡാപ്പൊടിയും
കുറച്ച് സൊർക്ക വിനീഗറും കൂടി ചേർത്തിട്ടാണ്. സൊർക്കയുടെ അളവ് ഞാൻ പറയാം, 1.5 ടേബിൾ സ്പൂണോളം സൊർക്കയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ സെയിം ലിക്വിഡ് തന്നെയാണ് ഞാൻ നേരത്തെ ടേബിൾ തുടയ്ക്കാൻ കൊടുത്തത്. അപ്പോൾ ടേബിളും കൗണ്ടർ ടോപ്പും അതുപോലെ കിച്ചണിൻ്റെ ടൈൽസും പിന്നെ സിങ്കിൽ സ്മെല്ല് വരാതിരിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ സ്പ്രേ. അപ്പോൾ സ്റ്റവ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ആദ്യം ചെയ്യുക ഈ സ്പ്രേ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മളുടെ കിച്ചൺ ടവലില്ലേ അത് വെച്ചിട്ട് ആ മേലുള്ള അഴുക്കും പൊടികളും, അതായത് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതാ ഇതുപോലത്തെ പാത്രം കഴുകുന്ന ഒരു സ്ക്രബ്ബ് ഞാൻ ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഫുള്ളായിട്ട് നമുക്കത് ക്ലീനായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെയും ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കും. ഇനി ഞാൻ തുടയ്ക്കാൻ പോകുന്നത് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ക്ലോത്ത് ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ. കാരണം നമ്മളിത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അഴുക്ക് പോകാൻ മാത്രമല്ല നല്ലൊരു ഗ്ലേസിങ് കിട്ടും. നമുക്കിത് വെച്ച് സ്റ്റവ് തുടയ്ക്കാം, കൗണ്ടർ ടോപ്പ് തുടയ്ക്കാം, അതുപോലെ കബോർഡ്സിൻ്റെ ഡോർസൊക്കെ ഇല്ലേ, ഡോർസൊക്കെ നന്നായിട്ട് തുടയ്ക്കാം, നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ് കേട്ടോ. ഒരു സെറ്റായിട്ടാണ് കിട്ടിയ. സെറ്റിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അധികം റേറ്റ് ഒന്നും ഇല്ല. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ അടിഭാഗവും പിന്നെ ആ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് ആ ടൈൽസൊക്കെ നന്നായിട്ട് ഈ സെയിം സ്പ്രേ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തുടച്ചെടുക്കുകയാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും സ്റ്റവിൻ്റെ അടിയിലേക്ക് ഫുഡിൻ്റെ അംശങ്ങളൊക്കെ വീണിട്ടുണ്ടാവും. അത് മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കറിയും അതുപോലെ എന്തുതന്നെയാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടൈൽസിൻ്റെ ഭാഗത്തേക്കൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമ്മളുടെ കിച്ചണിലെ ഏറ്റവും വൃത്തിയാക്കേണ്ട ഭാഗവും നമ്മൾ വൃത്തിയാക്കാൻ വിട്ടുപോകുന്നൊരു ഭാഗമാണ് ഈ സ്റ്റവിൻ്റെ അടിഭാഗം. ഞാനൊന്നും ആദ്യം ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലമൊക്കെ ആയിട്ടാണ് ഞാൻ ഇത്ര നന്നായിട്ട് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുക. നിങ്ങൾ അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയാവുന്നവരൊന്ന് ക്ഷമിക്കാം കേട്ടോ. പിന്നെ സ്റ്റവിൻ്റെ പാർട്സൊക്കെ കഴുകാറ് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ജെല്ലില്ലേ അത് വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കും. അപ്പോൾ അതുമുള്ള കറുപ്പ കളറും അതുപോലെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് പോയി കിട്ടും, നല്ല ക്ലീൻ ആവും. എന്നിട്ട് പിന്നെ ഞാനത് തിരിച്ച് സ്റ്റവിൻ്റെ മേലെ വെക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ കുക്ക് ചെയ്യുന്നതിന് മുന്നെയാണ് വെക്കാറ്. ഇനി ബാക്കിയുള്ള കൗണ്ടർ ടോപ്പും അതുപോലെ ടൈൽസിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടിപ്പോയാൽ 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കാണിക്കുന്ന വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഞാൻ അധികം സമയം അങ്ങനെ കിച്ചണിൽ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കും. കാരണം എനിക്കൊരു വാവയുണ്ട്. അപ്പോൾ ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറ്. അപ്പോൾ വർക്കുകളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രാത്രിയിലത്തെ ഈ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞാലുണ്ടല്ലോ നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പരമാവധി ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അധികം പാത്രങ്ങളൊക്കെ വലിച്ചിടാതിരിക്കും. അതുപോലെ കൗണ്ടർ ടോപ്പ് പരമാവധി വൃത്തിയായിട്ട് തന്നെ വയ്ക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ആ ഓഫീസിൽ പോകുന്ന തിരക്കിൻ്റെ ഇടയിലുള്ള ആ കിച്ചൺ ക്ലീനിങ് ഉണ്ടല്ലോ, അതായത് രാവിലത്തെ ആ കുക്കിങ്ങും ബഹളമൊക്കെ കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്ന സംഭവത്തിന് കുറേയൊക്കെ സമയം സേവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ സാധാരണ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ജെല്ലില്ലേ അത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കും. എന്നിട്ടൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ കിട്ടുന്ന 5 മിനിറ്റ് നമുക്ക് കബോർഡിൻ്റെ ഡോറും ഹാൻഡിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സെയിം സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കബോർഡ് തുറക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഹാൻഡിലും കബോർഡിൻ്റെ ഡോർസിലൊക്കെ നമ്മളുടെ കയ്യിലുള്ള അഴുക്കൊക്കെ ആവും. നമ്മൾ ഡെയിലി അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പാടായിരിക്കും വൃത്തിയാക്കാനായിട്ട്. കാരണം അത് ഫുള്ളായിട്ട് ഉണങ്ങി പിടിച്ചിരുന്നിട്ട് അത് എടുക്കാൻ തന്നെ കുറേ സമയം നമുക്ക് പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടിരിക്കും, കബോർഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് സ്ക്രബ്ബർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ക്ലീൻ ചെയ്യുന്നത്.
സിങ്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പൈപ്പും അതുപോലെ ആ ഭാഗത്തെ ടൈലൊക്കെ നന്നായിട്ട് തേച്ച് കഴുകാറുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ക്ലീനിങ് സ്പ്രേ ഇല്ലേ, അതൊന്നും കൂടി ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റകളുടെ ശല്യമൊക്കെ കുറവായിരിക്കും കേട്ടോ കിച്ചണിൽ. പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നത് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിച്ചൻ്റെ താഴ്ഭാഗം ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഞാൻ സാധാരണ ഈവനിങ് വന്നതിന് ശേഷം വീട് ഫുള്ളായിട്ട് അടിച്ചു വാരി തുടയ്ക്കാറുണ്ട്. കാരണം രാവിലെ എനിക്കത് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. എന്നാൽ പോലും കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയപ്പോൾ അതുപോലത്തെ പൊടിയും അഴുക്കൊക്കെ താഴെ വീണിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇത്തിരി ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് മോപ്പ് ചെയ്തെടുക്കാറുണ്ട്. അതോടുകൂടി കിച്ചൺ നല്ല ക്ലീൻ ആവും. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റൊക്കെ എടുത്ത് കെട്ടി വയ്ക്കും. കെട്ടിയിട്ട് ബാൽക്കണിയിലാണ് കേട്ടോ കൊണ്ടുവയ്ക്കാറ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. ഒരു 5:30-6 മണിക്കിടയിലായിട്ടാണ് അവർ വരിക. ഒരു പെട്ടി വണ്ടിയിലാണ് വരിക. വിസിലൊക്കെ അടിച്ചിട്ടാണ്. അകലേന്നേ വിസിലടി കേൾക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് തന്നെ ബാൽക്കണിയിൽ വേസ്റ്റ് എടുത്തിട്ട് താഴേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം അവർ ഭയങ്കര തിരക്കിലായിരിക്കും വരിക. ആർക്കും വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യില്ല. നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളുടെ വേസ്റ്റൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ വേസ്റ്റ് കെട്ടി വെച്ചതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് ചെയ്യുക, നാളേക്ക് വേണ്ട കവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കും. അതിന് ശേഷം ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് സൊർക്ക മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് ഇടുന്നതല്ലേ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും സ്മെല്ല് വരാൻ തുടങ്ങും. ആ സ്മെല്ല് വരാതിരിക്കാൻ നമ്മൾ ഈ പേപ്പർ കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കിച്ചൺ ടവലും മോപ്പൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് ബാൽക്കണിയിലാണ് കൊണ്ടുവയ്ക്കാറ്. ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് അങ്ങനെ പുറത്തൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ എൻ്റെ കിച്ചൺ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറായിരിക്കും ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ലഞ്ച് ബോക്സൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ കഴുകി ഈ ഒരു റാക്കിനകത്ത് തന്നെയാണ് വയ്ക്കുക. അപ്പോൾ പിന്നെ നാളത്തെ തിരക്കിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ പാത്രത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും, വേറൊരു ഭാഗം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ തിരഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ കൈ നന്നായിട്ട് വാഷ് ചെയ്യാണ്. ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് കയ്യിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് കിടന്നുറങ്ങാറ്. കാരണം നമ്മൾ ഇത്രയും ജോലികളൊക്കെ ചെയ്തതല്ലേ. ഗ്ലൗസൊക്കെ ഇടാണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. മിക്കവരും ഗ്ലൗസ് ഇട്ടാണ് ചെയ്യുക സിങ്ക് ക്ലീനിങ്ങൊക്കെ. പക്ഷേ ഞാൻ ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് പറ്റുന്നില്ല കേട്ടോ. ഞാൻ 2-3 ദിവസമൊക്കെ യൂസ് ചെയ്തു. പിന്നെ എനിക്ക് പറ്റുന്നില്ല. കൈ കൊണ്ട് ചെയ്യാൻ തന്നെയാണ് എനിക്ക് എളുപ്പം. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. കിച്ചൺ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്ന സമയമില്ലേ, അപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന എൻ്റെ നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ടിപ്പുകൾ അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.